എനിക്കൊരു കാര്യം പറയണ്ടേ. ഏവൻ്റെ കൂടെ ചോദിച്ചാൽ ഞാൻ എല്ലായിടത്തും അങ്ങനെയാണ് പറയണത് ഇന്ന് വരെ. എന്തിന് കെട്ടിയതിന് മുമ്പേ എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറയും എനിക്ക് കല്യാണം കഴിഞ്ഞ് 3-4 കുട്ടികളുണ്ട് എന്ന് പറയും. എന്ന് ചപ്പഴ അതൊക്കെ പോകുമല്ലോ, ശല്യം അങ്ങ് പോകുമല്ലോ കേട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പം എനിക്ക് ഒന്നാണെങ്കിലും പറയും 2-3 ഉണ്ട്, 2-3 മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. കല്യാണത്തിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേതാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഏവൻ്റെ കൂടെ ചോദിച്ചാലും എല്ലാവരും കെട്ടിയില്ല. അപ്പം നമ്മൾ എന്തിനാ ആവശ്യത്തിന് ഉദാഹരണത്തിന് നമ്മളെന്താ വിളിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ എടുക്കണം എത്ര പെണ്ണുങ്ങൾ. അപ്പോൾ ഇവനൊക്കെ എത്ര പെണ്ണുങ്ങൾ വേണം? മറ്റേ കളങ്കാവലിൽ ഇതിപ്പോൾ പെണ്ണുങ്ങളെ ഇതാക്കണം. ഇനിയിപ്പം ഈ ആണുങ്ങളെ ഇതാക്കണ ഒരു പെണ്ണും കൂടെ വേണം. ആ സത്യം. ഇനി അങ്ങനെ ഒരു സിനിമയും കൂടെ ഉണ്ട്, സൂപ്പറായിരിക്കും സത്യം. അങ്ങനെ യവന്മാർ ഏവൻ്റെ കൂടെ ചോദിച്ചാൽ പിന്നെ ലൈനുണ്ടാ ഒരുത്തനും ലൈനില്ല. എല്ലാവരും അങ്ങ് ഭയങ്കര മറ്റവന്മാർ. എൻ്റെ പൊന്നെ. പക്ഷേ സത്യം കേട്ടോ. എന്ന് വിചാരിക്കേ. അപ്പം ഞാൻ മിക്കയിടത്തും ഞാൻ ഈ ജോലിക്ക് പോയി കിടന്നപ്പോൾ എല്ലാം അത് ചില പരിപാടി കിട്ടിയില്ലെന്നേ. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കണ്ണിൽ കാണാം പെണ്ടാട്ടിയായിട്ടൊക്കെ നിൽക്കണം. ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ടല്ലോ എന്നാണ്. അത് ലൈനില്ലെന്ന് പറയേ. ഞാൻ ലൈനില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കുറേ തള്ളുകയുള്ളു. എന്നിട്ട് ഞാൻ എത്ര പേരെ കണ്ടിട്ട് എന്താ പറയുക, ഓരത്തെ ഉള്ള ബൈക്കിലിരുത്തി കൊണ്ടുപോകണതും പിന്നെ ഏതെങ്കിലും കടയിലിരുത്തി കൊണ്ടുപോകും. പക്ഷേ ഇങ്ങനെയുള്ളവന്മാരെ എൻ്റെ കണ്ണിൽ കാണിക്കും കേട്ടാ. സത്യം. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വർഷം എത്ര ട്രാപ്പിൽ വിടാണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. കാണിച്ചു തരും. ചിലതൊക്കെ വിശ്വാസം വരില്ല എന്ന് വെച്ചാൽ അങ്ങനെയാണ്. എന്നിട്ട് യവന്മാർ ഓരോരുത്തികളായിട്ട് നിൽക്കുന്നതും വരണതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊന്നും ഒരു നല്ല വിഷയമല്ല. ഷൈനി ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ലേ. എന്നാലും ഇവരൊക്കെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? എനിക്ക് ആ ഒരു ഇതുള്ളൂ ഇവനൊക്കെ. പക്ഷേ എല്ലാ പെണ്ണുങ്ങളും ഒരുവരെ അതാണ് ഓരോ പെണ്ണുങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയണത്. നോക്കി കണ്ടൊക്കെ ചിലന്മാർ ഭയങ്കര വശീകരണമാണ്. എൻ്റെ പൊന്നെ. അത് ഇപ്പം പെണ്ണുങ്ങളൊരു വല്ല കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലവന്മാർ ഭയങ്കര വശീകരണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എൻ്റെ ബന്ധത്തിലുള്ള. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞില്ല, അത് വീഴേണ്ട തന്നെ. അത് എൻ്റെ കണ്ണി കാണിച്ചത്. അങ്ങനെ ദൈവം എനിക്ക് അങ്ങനൊരു ഭാഗ്യം എൻ്റെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടാ. അല്ലാതെ എനിക്കങ്ങനെ ഒരു പറയാനും ആരുമില്ല. പക്ഷേ എൻ്റെ എന്താ പറയുക, അതുപോലെ നിങ്ങളായിരിക്കണം. പക്ഷേ അപ്പോൾ വിചാരിക്കും നമുക്കൊരു സഹായം കാണാം. ഞാൻ ചിലതൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു നല്ലൊരു കൂട്ട്, അപ്പം നമുക്കൊരു സഹായത്തിനൊരാൾ വേണം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, അഥവാ പറയയില്ല അങ്ങനത്തെ കാര്യം. എൻ്റെ പൊന്നെ. പക്ഷേ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല. അതുപോലെ ഇവന്മാർ സ്നേഹിച്ചൊക്കെ വിളിച്ചാൽ മറ്റേ കളങ്കാവലി പോലെ ആവരുത്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പോലെ അല്ല. നേരത്തെ പോലെ എന്നാലും നമ്മളിതിപ്പോൾ കേസിനത് കൊടുത്താൽ അവനൊക്കെ അവളെ അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് തന്നെയാണ് അത്, നമ്മളെ വീട്ടുകാർക്കും തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുക. ഞാൻ ഇന്ന് വരെ കെട്ടിയെന്ന് ഒരുത്തനും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അത് അപൂർവം ചില ആളുകൾ അത്ര കണ്ട് പഠിക്കുന്നു. അല്ലാതെ എൻ്റെ പൊന്നെ അതുപോലെ ലൈനില്ലെന്ന് പറയും. ഞാൻ എന്ത് ചോദിക്കണം എന്താണെന്നറിയാമോ? എനിക്കറിയാമല്ലോ മിണ്ടാനും പറയാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ട് അറിയണം. പിന്നീടുള്ളത് വെച്ചാൽ നമ്മളെ അത് എനിക്ക് പണ്ടേ ഉള്ളതാണ്. കൂട്ടുകാരെ പോലെ കാണും. അവിടെ പോവാം ഇവിടെ പോവാം മറ്റൊരു മറിച്ചെടുത്ത് പോകാം ഉണ്ട്. ഞാൻ മാന്യത പറയണല്ല. ഈ യവന്മാർക്ക് മക്കളുണ്ട് കെട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു. അത് നിങ്ങളെ ഇഷ്ടം. അറിഞ്ഞു വെച്ചിട്ട് പോവുക ആരും കാണൂല, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എനിക്ക് നല്ലൊരു കൂട്ട് വേണം, നല്ലൊരു വേണം. പക്ഷേ എൻ്റെ പൊന്നെ ഞാൻ എന്താ പറയാൻ, ഞാൻ അന്തം വിട്ടുപോയി അവൻ്റെയൊക്കെ അഭിനയങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയാണ്, കളങ്കാവൽ പോലത്തെ വേറെ. പക്ഷേ ഈ മമ്മൂട്ടിയെ പോലത്തെ ഒരു പെണ്ണുള്ള ഒരു ഇതുകൊണ്ട് സൂപ്പർ ഹിറ്റായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കൂടുതൽ ഇതിന് ഇരയാവണത് ഈ പിണങ്ങി നിൽക്കണ ഭർത്താവ് മരിച്ചത്, പിന്നെ ഇങ്ങനെ ഡൈവോഴ്സായി നിൽക്കണം, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകണം. എനിക്ക് ഒരു കാര്യത്തിലും എൻ്റെ കൊണ്ട് ദോഷം. നിനക്കൊക്കെ ലൈനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ അതുപോലെ നിനക്ക് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ നിനക്കൊക്കെ മക്കളുണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എനിക്കറിയാം ഇതിലൊരു നീ കളങ്കാവില്ല. ഇനി അടുത്തൊരു പെണ്ണിൻ്റെ അതെങ്ങനെയെന്നറിയാമോ? ആ ഒരിത് പക്ഷെ നല്ല സൂപ്പർ ഹിറ്റായിരിക്കും.
അതെന്താണെന്നറിയാമോ? ഉം, ആ, ഈ എന്തായാലും ഈ സീന് പോലെ തന്നെ ഇരിക്കണം. ഈ സീന് പോലെ തന്നെ ഇരിക്കണം. ആ, ഈ ഇങ്ങനെ കെട്ടിയില്ലാന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇവൾക്കൊരു പ്രതികാരമായിരിക്കണം. എല്ലാവരും ഇതുപോലെ വിളിച്ചു വരുത്തി ഈ ലോഡ്ജിൽ എവിടെയെങ്കിലും കൊണ്ട് കൊന്നു തള്ളണം. ഇതന്നെ ആ ഒരു സീന് സൂപ്പറായിരിക്കും. ആ ഒരു സിനിമ അതാ. പിന്നെ ശരി, അപ്പോൾ പറയാതിരിക്കാൻ വയ്യേ, അതുകൊണ്ടാണ് പറയുന്നത്. കൊള്ളാം എന്തായാലും.